ഒരിക്കൽ സമ്പന്നനായ ഒരു മനുഷ്യൻ തൻ്റെ മകന് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിപ്പിക്കാനായി ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ദരിദ്രരായ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മകൻ കാണണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അവർ ഒരു പാവപ്പെട്ട കർഷകൻ്റെ വീട്ടിൽ ഒരു ദിവസം ചെലവഴിച്ചു. തിരികെ വരുമ്പോൾ അച്ഛൻ ചോദിച്ചു, "നീ കണ്ടോ അവർ എത്ര പാവപ്പെട്ടവരാണെന്ന്? ഇതിൽ നിന്ന് നീ എന്തു പഠിച്ചു?" മകൻ മറുപടി പറഞ്ഞു, "അച്ഛാ, നമുക്കൊരു നായയുണ്ട്. അവർക്ക് 4 എണ്ണം. നമ്മുടെ വീട്ടിലൊരു ചെറിയ നീന്തൽക്കുളമുണ്ട്. അവർക്ക് അതിരുകളില്ലാത്ത വലിയൊരു പുഴയുണ്ട്. രാത്രിയിൽ നമുക്ക് വില കൂടിയ വിളക്കുകളുണ്ട്. അവർക്ക് ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ട്. നമ്മൾ മതിൽ കെട്ടി സ്വയം സംരക്ഷിക്കുന്നു. അവർക്ക് അവരെ സംരക്ഷിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്." അച്ഛൻ അത്ഭുതപ്പെട്ട് നിൽക്കെ മകൻ തുടർന്നു, "അച്ഛാ, നമ്മൾ എത്രമാത്രം ദരിദ്രരാണെന്നും അവർ എത്ര വലിയ സമ്പന്നരാണെന്നും എനിക്ക് കാണിച്ചു തന്നതിന് നന്ദി." ഇതിൽ നിന്നും നമുക്കൊരു സന്ദേശം ലഭിക്കുന്നുണ്ട്. സന്തോഷം എന്നത് കൈവശമുള്ള വസ്തുക്കളിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സംതൃപ്തിയിലും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലുമാണ്. ഒരുവൻ എത്ര സമ്പന്നനായാലും അവൻ്റെ വസ്തുവകളിലല്ല അവൻ്റെ ജീവിതം നിലനിൽക്കുന്നത്. ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം.